ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഞാനിന്നൊരു ഓണം സ്പെഷ്യൽ പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പായസത്തിന്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ചെറുപയർ പരിപ്പ് തേങ്ങയുടെ 3-ാം പാലിൽ വേവിച്ച് വെച്ചതാണ്. കുറച്ച് സാബുനരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ 3 തരം പാലെടുക്കണം. 3-ാം പാലിലാണ് ഞാൻ നേരത്തെ ചെറുപയർ പരിപ്പ് വേവിച്ചത്. ഇത് തേങ്ങയുടെ 2-ാം പാല്, ഇത് 1-ാം പാല്. പിന്നീട് നെയ്യിൽ കോരിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസും. ഇനി ഇതിന് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതും 3 ടേബിൾ സ്പൂൺ നെയ്യും. ഇതിലേക്ക് 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചതും കൂടി വേണം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായി ഒഴിച്ചതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച 2-ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറുത്തെടുക്കാനുണ്ട്. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നെയ്യിൽ വറക്കുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓണം സ്പെഷ്യൽ വെറൈറ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതൊരു സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത്. ചൂടാറുന്ന സമയത്ത് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.